നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ഹബീബായ മുത്തുകാരനുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓർത്തപ്പെടും. പല വിശേഷണങ്ങളും പല വിശേഷതകളും വിശേഷ ഗുണങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞു. കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത സുഖം. എന്നാൽ ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് ചിന്തിച്ചത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മതത്തിനിട്ട പേര് തന്നെയാണ് സമാധാനത്തിൻ്റെ മതം. ആ മതത്തിൽ ജനിക്കുന്ന ഓരോ ആൾക്കും മുസ്ലിം എന്ന് പേരിട്ടു, സമാധാനപ്രിയൻ. ഈ രണ്ട് കാര്യമെടുത്ത് സമാധാനം എന്ന് പറഞ്ഞ ഒറ്റ വാക്കെടുത്ത് പരിശോധിച്ചാൽ തന്നെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത് സകല മേഖലകളിലും വേണ്ടതാണെന്നും അതാണ് യഥാർത്ഥത്തിൽ എല്ലാവർക്കും വേണ്ടത് എന്നും മനസ്സിലാകും. അതെന്നെ നമുക്ക് എത്രത്തോളം ഈ പുരുഷായുസ് മുഴുവനും സ്പീച്ച് ചെയ്താലും ചിന്തിച്ചാലും മതിയാകില്ല. മനുഷ്യന് വേണ്ടത്, മൃഗത്തിന് വേണ്ടത്, ഉറുമ്പുകൾക്ക് വേണ്ടത്, ജീവജാലങ്ങൾക്ക് വേണ്ടത്, ഭൂമിക്ക് വേണ്ടത്, ജീവനില്ലാത്തവർക്ക് വേണ്ടത്, ഏത് മേഖലയിലും കുടുംബത്തിന് വേണ്ടത്, അതുപോലെ തന്നെ ബന്ധുമിത്രാദികളിൽ വേണ്ടത്, മരുക്കളിൽ വേണ്ടത്, ഭാര്യ ഭർത്താക്കന്മാരിൽ വേണ്ടത്, നാത്തുമാരിൽ വേണ്ടത്, അയൽവക്കത്ത് വേണ്ടത്, അങ്ങ് ആലോചിച്ച ഏത് മേഖലയിലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റക്കാര്യം സമാധാനമാണ് എൻ്റെ വഴി. സമാധാനപ്രിയനാവണം കേട്ടോ. സമാധാനമാണ് നമ്മുടെ സംഘടന, നമ്മുടെ മതം എന്ന് പറഞ്ഞ ആ വാക്ക് പോലെ അതിന് എത്രത്തോളം വിശദീകരിക്കാൻ പറ്റുമോ? അതെടുത്തുകൊണ്ട് കുടുംബത്തിനെ വിശദീകരിക്കാം, ആ ഒരു വാക്കെടുത്തുകൊണ്ട് ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാം, ആ വാക്കെടുത്തുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ട് വർഗീയതകളെ വിശദീകരിക്കാം, ആ ഒരു വാക്കെടുത്തുകൊണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വംശഹത്യയെ വിശദീകരിക്കാം. കാരണം അവിടെ എല്ലാം ഈ ക്യാപ്സ്യൂളാണ് വേണ്ടത്, സമാധാനം. ഇതാണ് ഇട്ടുകൊടുക്കേണ്ടത്. ഇതാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടുകൊടുത്തത്. അതില്ലാതെ പോയി അതുപോലെ വിഷയത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ മസ്സലുകളുടെ ഫത്വയുടെ ഒക്കെ പേരിൽ മനുഷ്യൻ്റെ കിബർ കാരണം അത് യഥാർത്ഥത്തിൽ അത് പോയി കഴിഞ്ഞു. കിബറിനാണ് സ്ഥാനം വന്നത്. ഞാൻ പിടിച്ച മോനെ 3 കൊമ്പ് എന്ന് പറഞ്ഞു. അവിടുന്ന് നിന്ന മാനിഫെസ്റ്റോകൾ മുഴുവനും വേണ്ടത് തന്നെയാണ്. നിസ്കാരം, നോമ്പ്, മറ്റുള്ള എല്ലാ മാനിഫെസ്റ്റോ വേണം. അതുപോലും എത്തിപ്പെടുത്തുന്നത് ഇതിലേക്കാണ്. നിസ്കാരത്തെ എന്തുകൊണ്ട് ഫാത്തിഹ സൂറത്ത് നിർബന്ധമാക്കി യോജിപ്പിക്കുന്നു? അതിൻ്റെ ജ്ഞാനം വരുന്നത് അവിടെ പോലും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ നേരായ വഴി, ആ വഴി കിട്ടാൻ വേണ്ടി. ആ വഴി ഏതാണ്? സമാധാനത്തിൻ്റെ വഴിയാണ്. അത് കിട്ടാൻ വേണ്ടി നിസ്കാരം വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൂടെ ചെയ്യിപ്പിക്കുന്ന നിർബന്ധമായി ചെയ്യണം. അതും വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരാ. ഇതൊക്കെ അതിൻ്റേതാവുന്ന മെഡിറ്റേഷനിൽ, അതിൻ്റേതാവുന്ന ഏകാഗ്രതയിൽ, നല്ല യോഗയിൽ, യോഗ എന്നും പറയാൻ പറ്റില്ല, നമ്മളെ തലയിൽ നിന്ന്, നെഞ്ചിൽ നിന്ന് തലച്ചോറിലേക്ക് ബ്ലഡ് നല്ല ഉഷാറായിട്ട് പമ്പ് ചെയ്യുന്ന അവസ്ഥയാണ് സുജൂദൊക്കെ. ഓരോ മൂമെൻറ്റുകളും എത്ര വലുത്, അതൊക്കെ ചെയ്ത് ആ ഒരു ഏകാഗ്രതയിൽ ഈ മനസ്സിലേക്ക് എടുത്തിടണം. ഇതിനെ മുസ്തഖീം കൊണ്ടാവുക, ഇതിനെ സിറാത്തുൽ മുസ്തഖീം കൊണ്ടാവുക, ചൊവ്വായ വഴി കൊണ്ടാവുക. ഇതിനെ ആവർത്തിച്ച് മനുഷ്യനെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. ആ വഴി കിട്ടലാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. അതിൽ നിന്ന് നമ്മളെല്ലാം വഴി സമാധാനവും സ്നേഹവും ഈ ലോകത്ത് ഉണ്ടാക്കലാണ് ഒരു മനുഷ്യധർമ്മം. അതിനാണ് ചിന്താശേഷിയും ബുദ്ധിയും തന്നിട്ടുള്ളത്. അവരൊറ്റ വാക്കെടുത്തുകൊണ്ട് സ്പീച്ച് ചെയ്താൽ തന്നെ എത്രത്തോളം ഈ ലോകമുണ്ടായി അവസാനിക്കുന്നത് വരത്തെയോ. മുസ്ലിം, ഇസ്ലാം എന്നുള്ള പേരിട്ടതിന് ഇത് മലയാളത്തിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ശരിക്കാണ് പരിശോധിക്കുമ്പോഴാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്നുള്ളത് മനസ്സിലാകുക, എന്താ പറഞ്ഞതെന്നുള്ളത് മനസ്സിലാകുക. കുറേ മതചിഹ്നങ്ങളും കുറേ മത ആരാധനകളും അതുപോലെ ഇതൊക്കെ വന്ന് അതിനൊക്കെ പ്രാമുഖ്യം കൊടുക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട് പറഞ്ഞ കഴമ്പാണ് പോയി പോകുന്നത്. അതാണ് ഇവിടെ നിർബന്ധമായിട്ട് വേണ്ടത്. അതും വേണം. അതിൽ നിന്ന് പോലും ഈ സമാധാനമാണ് പഠിക്കേണ്ടതും ഈ ലോകത്ത് വിതറേണ്ടതും. ഇല്ലാത്തൊരു വഴിയല്ലേ പറഞ്ഞത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രം മതി, ഉൾക്കൊള്ളില്ല. അവിടുത്തെ പരിശുദ്ധി, അവിടുത്തെ സ്നേഹം, അവിടുത്തെ യുക്തി, അവിടുത്തെ ദീർഘവീക്ഷണം, അങ്ങ് തുടങ്ങിയിട്ടെല്ലാം ഇനി ഉള്ളിൽ കൊള്ളാൻ കഴിയില്ല. അത്രത്തോളം ഹൃദയം വിശാലമാണ്. അദ്ദേഹത്തെ നിറഞ്ഞു കഴിഞ്ഞു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ ശരിക്കും ബുദ്ധി കൊണ്ട് ഓർത്ത് നോക്കി, അള്ളാഹു എന്ന് പറയുന്ന ആ നിധിയിലേക്ക് ഉള്ള നേർവഴി, ആ വഴി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നട്ടിലിലൂടെ, ആ വഴിയിലൂടെ, ആ പന്താവിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ യഥാർത്ഥ തലച്ചോറിലേക്ക്, യഥാർത്ഥ കേന്ദ്ര ബിന്ദുവിലേക്ക്, അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുക്തി കൊണ്ട് മനസ്സിലാക്കുന്ന, എൻ്റെ യുക്തി കൊണ്ട് കിട്ടിയത് എനിക്കതാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് എത്താൻ അതാണ് വഴി. അതാണ് അത്ര വലിയ മഹത്വം എന്ന് വെച്ചാൽ അതന്നെ. കാരണം ആദ്യം അള്ളാഹ് എന്താണെന്ന് പഠിക്കണം, അപ്പോഴേ ഉള്ളൂ
അത് മനസ്സിലാവുള്ളൂ. ഈ ഭൂമി എത്ര വലുതാണ് നമ്മുടെ മുമ്പിൽ. എന്നാൽ ഈ ഭൂമി ഇവിടെ അങ്ങോട്ട് ഉയർന്ന് ഓരോ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും താരാപഥങ്ങളും പഠിക്കുമ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭൂമി എത്ര ചെറുതാണ്. ഭൂമിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് നമ്മളെ ഇവിടുന്ന് പറഞ്ഞയച്ച ഒരു പേടകം, ശാസ്ത്രജ്ഞന്മാർ വിട്ടൊരു പേടകം. ഗ്രഹങ്ങളുടെ അങ്ങേ തലത്തിൽ പോയി അവിടെ നിന്ന് പോകാൻ കഴിയില്ല. അവിടെ എത്തിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഒരു ഫോട്ടോ എടുത്തപ്പോൾ എല്ലാ ഗ്രഹങ്ങളും ഉൾക്കൊണ്ട് ഫോട്ടോ എടുത്തപ്പോൾ ആ ഫോട്ടോ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഭൂമി എന്ന് പറയുന്നത് കുത്തുപോലെയുള്ളൂ. ആ ഫോട്ടോത്തിൽ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളെ അപേക്ഷിച്ച് ഭൂമി എന്ന് പറഞ്ഞാൽ ചെറിയ കാക്കാപ്പുള്ളിൽ അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള ആളുകളാണ് നമ്മളൊക്കെ ഈ വലിയ ചിന്തിച്ചിട്ട് നമുക്ക് എവിടെയും ചിന്തിച്ചിട്ട് കഴിയില്ല എത്ര ശ്രദ്ധ നമ്മൾ. എന്നിട്ടും ബുദ്ധി എന്ന് പറയുന്ന ശക്തിയിടുന്ന അതൊക്കെ മനസ്സിലാകുന്നത് അല്ലാഹുവിനെ സൃഷ്ടിപ്പിൽ എത്ര വലിയ മഹാത്ഭുതമാണ് മനുഷ്യ മനസ്സ്, മനുഷ്യൻ്റെ ബുദ്ധി, ചിന്ത. അൽഹംദുലില്ലാഹ്. അങ്ങനെ അത് ഭൂമിയുടെ വലിപ്പത്രേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് എടുത്തു നോക്കുമ്പോഴോ ആ ഗ്രഹങ്ങളും പിന്നെ ആ ഗ്രഹം പകർത്താത്ത വേറെ എന്തെങ്കിലും പ്രപഞ്ചങ്ങളും അതും ഇത് കണ്ടെത്തിയത് മാത്രമേ ഉള്ളൂ. കണ്ടെത്താത്ത ഇനിയും ഒരുപാട് കിടക്കുക അവരെന്നെ പറയുന്നു, ശാസ്ത്രം തന്നെ പറയുന്നു. ഇതെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച എല്ലാ വസ്തുവിൻ്റെ മേലും കഴിവുള്ള ഒന്നിനെയാണ് ദൈവം അള്ളാഹ് എന്ന് പറയുമ്പോൾ ആ അള്ളാഹുലേക്ക് എത്തുന്ന വഴി, ഇത് യഥാർത്ഥ വഴി കാണിച്ചു തന്നാൽ അതിൽ വലിയൊരു മഹത്വം വേറുണ്ട്. ഈ സകല സത്യവും ഈ കണ്ട മനുഷ്യനും ഏതെല്ലാം മലക്കും ഒക്കെ കണ്ട, ഞാൻ മലക്ക് കാണാത്ത വേറെ എന്തെങ്കിലും കണ്ടോ നമുക്കറിയാൻ പറ്റും, മലക്കന്നുകൾ പോലും കാണാത്തത്. അത് മുഴുവനെടുത്താൽ തന്നെ അള്ളാഹിൻ്റെ മുമ്പിൽ കയ്യിലൊരു കടുകുമണി വെച്ചതുപോലെ പോലില്ല. അത്ര വലിയ റബ്ബ് അല്ലാഹു അക്ബർ തന്നെയാണ്. അല്ലാഹു വലിയവൻ, ദൈവം വലിയവൻ, കർത്താവ് വലിയവൻ. ഏത് പേരിൽ വിളിച്ചാലും എല്ലാം വിളിക്കുന്ന ഒന്നിനെ തന്നെ. ആ റബ്ബിനടുത്ത് എത്തുന്ന യഥാർത്ഥ വഴി എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ചിന്തയിൽ എനിക്ക് മനസ്സിലായത് ഞാൻ ഉൾക്കൊള്ളുന്നു. അല്ലാതെ മറ്റുള്ളവരത് മോശക്കാരാണെന്നും ആരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള വഴിയല്ല. അതാണ് എൻ്റെ നേതാവ്. ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വഴിയിലൂടെ മാത്രമേ എൻ്റെ ബുദ്ധിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ അള്ളാഹ് എന്ന് പറയുന്ന നദിയിലേക്ക് കയറാൻ കഴിയുള്ളൂ. ആ അള്ളാഹു റസൂൽ ഇവിടെ പറഞ്ഞത് മുഴുവനും സമാധാനം. അതിനെക്കുറിച്ച് സ്പീച്ച് ചെയ്താൽ ഈ ദുനിയാവിൽ മരിച്ചു കഴിഞ്ഞാലും പിന്നെ തന്നെ മരിക്കുമ്പോഴും കൽബും ശരീരമായ സമാധാനത്തിൻ്റെ മനസ്സ്, മരിച്ചു കഴിഞ്ഞാലും സമാധാനം. എത്ര വലിയ വാക്കാണ്. അതെന്നെ അടുത്ത് പരിശോധിച്ചാൽ മതിയാവില്ല. അങ്ങനെ ഇനിയും ഒരുപാട് ചിന്തിക്കാനും നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വഴി മുഴുവനും കറക്റ്റാണെന്ന് പറയാനും ഒരുപാട് കൽമകൾ അറിവുകൾ അല്ലാഹു ഖൽബിലേക്ക് ഇറക്കിത്തരിക. നല്ല മഴ പെയ്യുന്ന ശബ്ദം കേട്ടിട്ട് ഇങ്ങനെ അള്ളാഹിനെ ഓർത്ത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷം, സമാധാനം. എല്ലാവരും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും ഉറപ്പിച്ച് വിശ്വസിച്ച് അതിൽ ജീവിക്കുന്ന മുസ്ലിം എന്ന് പറയുമ്പോൾ ഈ മുസ്ലിം എന്ന് അറബി പറഞ്ഞാലാണ്. മലയാളത്തിൽ സമാധാനപ്രിയ എന്ന് പറഞ്ഞാൽ എല്ലാവരും തന്നെയാണ്. എല്ലാവരും ചെയ്യേണ്ടത് ഈ സംഭവം കുടുംബത്തിൽ എല്ലാ ഭാഗത്തും ഉണ്ടാക്കുന്നില്ല. ഒരു പുഞ്ചിരിയോടെ ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ പോലും ഞാൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കച്ചറായ സമാധാനക്കെടാവുമല്ലോ, അതിൻ്റെ വഴിയല്ലാന്ന് കരുതി ഓരോ കച്ചറയിൽ നിന്ന് മാറി നിന്ന് ഉമ്മാക്ക് മക്കൾ സമാധാനം കൊടുത്ത്, മക്കൾക്ക് ഉമ്മമാർക്ക് സമാധാനം കൊടുത്ത്, ഭാര്യ ഭർത്താവിന് കൊടുത്ത്, ഭർത്താവ് ഭാര്യക്ക് സമാധാനം കൊടുത്ത്, ഭാര്യ കുടുംബത്തിലുള്ളവർ മരുമക്കൾക്ക് സമാധാനം കൊടുത്ത്, മരുമക്കൾ അങ്ങോട്ട് സമാധാനം കൊടുത്ത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജ്യേഷ്ഠാഞ്ജന്മാർ ഒക്കെ സമാധാനം ഉള്ള സംസാരം, മധുരമായി സംസാരിക്കുന്നു, മധുരമായി പെരുമാറുന്നു, സമാധാനത്തോടെ ഹാൻഡിൽ ചെയ്യുന്നു, സമാധാനത്തോടെ ചിന്തിക്കുന്നു, സമാധാനത്തോടെ സംസാരിക്കുന്നു. മനുഷ്യൻ്റെ വികാരമാണ് ദേഷ്യം വരിക. എല്ലപ്പോഴും ദേഷ്യം വന്നാലും അത് വൈരാഗ്യത്തിനും അതുപോലെ തന്നെ അതൊരു വെറുപ്പിനും കാരണമാക്കാതെ അതൊക്കെ ദേഷ്യം ഒഴുകുമ്പോൾ സമാധാനം നടത്തട്ടെ എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിലാകുന്നു. വീണ്ടും അത് പൂർവാധികം ശക്തിയോടെ വീണ്ടും സ്നേഹിക്കുന്നു. പിന്നെ ഇപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒന്നാകുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ച് അവസാനം ഈ ആയുസ് ഈ പ്രാണനങ്ങൾ പോകുമ്പോൾ കഴിഞ്ഞു. അത്ര ഇതിനെ ജീവിക്കേണ്ടത്. അതിന് ഇതല്ലേ നല്ലത്, ഈ ജീവിതമല്ലേ വേണ്ടത്. അതിനൊക്കെ പല സമ്പത്ത് വന്നു ചേരും, ബുദ്ധിമുട്ടുകൾ വന്നു ചേരും, കളികൾ ചേരും, ചിരികൾ വരും, സങ്കടങ്ങളും ഒക്കെ വരും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ആരും ഒറ്റപ്പെടുത്തി ഒന്നും കഴിയാത്ത അവസ്ഥ വരും. അപ്പുറം വിഷമിക്കേണ്ട. അപ്പുറം കൂടെ ഈ അല്ലാഹുവും ഈ റസൂലും സല്ലല്ലാഹുണ്ട്. ആര് കൈയൊഴിഞ്ഞാലും കൈയൊഴിയാത്തവർ എന്ന് കരുതി ഈ തന്ന ആയുസ്, അള്ളാഹുവിൻ്റെ ആയുസ് എല്ലാം സഹിച്ച് എന്ത് വിഷമം വരുമ്പോഴും ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞ് ജീവിച്ച് തീർത്ത് സമാധാനത്തോടെ, സമാധാനമുള്ള മനസ്സായ കൽബും ശരീരമായി അള്ളാഹുവിൻ്റെ സ്നേഹത്തോടുകൂടെ ശക്തിയോടുകൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുന്ന ഈമാനോടെ മരിക്കുക എന്നുള്ളതാണ്. ഈമാൻ ഉദ്ദേശിക്കുന്നത് അറബി വാക്കാവുമ്പോൾ അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാവുന്നല്ല,
മനുഷ്യർക്കുള്ളതാണ്. നല്ല ഒരു ചിന്തയിൽ നല്ലൊരു വിശ്വാസത്തിൽ മരിക്കുക എന്നുള്ളത്. നല്ല വിശ്വാസം, ഏത് വിശ്വാസക്കാരനാണെങ്കിലും സമാധാനം ഉണ്ടാക്കിയില്ലേ ഒരു ഉറുമ്പിനോട് പോലും നല്ല വിശ്വാസം ആകില്ല, അതാവും കൂട്ടാവില്ല. പേരെന്തിട്ടും കാര്യമില്ല, ഏത് പേരിലും ഏത് വേഷത്തിലും നടന്നിട്ടും കാര്യമില്ല. ഈ ഖൽബിൽ ഇത് വന്നെങ്കിൽ മാത്രമേ യഥാർത്ഥം ആവുകയുള്ളൂ. അല്ലാഹു ഇനിയും ചിന്തിക്കാനും മനസ്സിലാക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ.